കഴിഞ്ഞ 18 വർഷങ്ങൾക്കുള്ളിൽ 285 പ്രമേയങ്ങളാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാജ്യത്തിനെതിരെ 18 വർഷങ്ങൾക്കുള്ളിൽ 285 പ്രമേയങ്ങളാണ്. കണ്ടംനേഷൻ, ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നു, ഇസ്രായേലിനെ അത് ചെയ്യുന്നു, ഇസ്രായേലിനെ ഇത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു വർഷം എത്രയായി? പെർ ഇയർ 16 ഒരു രാജ്യത്തിനെതിരെയാണ്. അതിൽ നോക്കൂ, UN ജനറൽ അസംബ്ലി 173 പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരെ 18 വർഷത്തിനുള്ളിൽ പാസ്സാക്കിയിട്ടുണ്ട്. UN ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ അല്ലെ കമ്മീഷനായിരുന്നുണ്ട്, അവർ 112 പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. പിന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ ഒരെണ്ണേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞു സെക്യൂരിറ്റി കൗൺസിൽ അധികം വരില്ല. ഇനി ഈ ജനറൽ അസംബ്ലി ഇതേ അംഗങ്ങളാണ് യുനിസെഫിലും യുനെസ്കോയിലും ബാക്കിയുള്ള എല്ലാ ഇതിലും ഉള്ളതെന്ന് ആലോചിക്കണം. അവിടെ ഇതേപോലെ വോട്ടെടുപ്പുകൾ നടക്കണമെന്നില്ല, പക്ഷെ സെയിം രീതിയിൽ മാത്രമേ പ്രമേയങ്ങളോ അല്ലെങ്കിൽ ഡിക്ലറേഷനോ തീരുമാനങ്ങളോ വരൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ 18 വർഷത്തിനിടയിൽ മറ്റ് രാജ്യങ്ങൾക്കെതിരെ എത്ര പ്രമേയങ്ങൾ എടുത്തു നോക്കുക. അതിൽ പ്രധാനമായിട്ട് സിറിയക്കെതിരെ ജനറൽ അസംബ്ലി 12 പ്രമേയങ്ങൾ പാസ്സാക്കി. എന്നാൽ ഹ്യൂമൻ റൈറ്റ് കൗൺസില് അവർ 45 പ്രമേയങ്ങൾ പാസ്സാക്കി. പിന്നെ വേറെ 3-ാം സ്ഥാനത്ത് വരുന്ന രാജ്യം ഇറാനാണ്. ഇറാനെതിരെ 9 പ്രമേയങ്ങളാണ് ഈ 18 വർഷത്തിനുള്ളിൽ പാസ്സാക്കിയത്. അതോടൊപ്പം UN വാച്ച് അല്ല, ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ UNHRC പാസ്സാക്കിയത് 16 പ്രമേയങ്ങളാണ്. അപ്പൊ എന്നാലും അതിന്റെ ഡിസ്ക്രിപ്പൻസി നോക്കുക. ഇസ്രായേലിനെതിരെ 173, സിറിയക്കെതിരെ 12, ഇറാനെതിരെ 9. ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും എതിരെ ഇതുവരെ ഈ 18 വർഷം കൊണ്ട് തൂത്ത് പറക്കിയെടുത്ത 71. 71 എവിടെ കിടക്കുന്നു? 173 എവിടെ കിടക്കുന്നു? എല്ലാവർക്കും എതിരെ ഉള്ളതിന്റെ ഇരട്ടി പ്രമേയം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാജ്യത്തിനെതിരെ പാസ്സാക്കിയിട്ടുണ്ട്. ഇനി UN ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ നോക്ക്, അവിടെ നോക്കിയാൽ മറ്റു രാജ്യങ്ങൾക്കെതിരെ ഉള്ളതിനേക്കാൾ എന്താ പറയാ ഒരു 108 കിടക്കുന്നത്, 112 ഇസ്രായേല്. അങ്ങനെ നോക്കിയാൽ അതിനുള്ള ഒരു ചെറിയൊരു പീസ് ഓഫ് ലാൻഡിനെതിരെയാണ് ഈ UN ബോഡീസ് കുത്തിയിരുന്ന് പ്രമേയം പാസ്സാക്കുന്നത്.